الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن تبدوا الصدقات فنعما هي وإن تخفوها تؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി കണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ, ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. പരസ്യമാകട്ടെ രഹസ്യമാകട്ടെ, ഈ രണ്ട് മേഖലയിലും എനിക്ക് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. രഹസ്യ ജീവിതം എന്നത് പരസ്യ ജീവിതത്തിലെ നന്മകളെക്കാൾ ഏറെ മുന്തി നിൽക്കുന്ന, മെച്ചപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. എന്നാൽ രഹസ്യമായി ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഞാനും മാത്രം അറിയുന്ന ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരലോക ജീവിതത്തെ ഒരാൾ എത്രത്തോളം ആശിക്കുന്നു എന്നതിന്റെ, ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടെയാണ് രഹസ്യമായി, പരസ്യമാക്കാതെ, ജനങ്ങൾ അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ്.
അദ്ദേഹത്തെ കുറിച്ച് മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖറജ ഫീ സവാദിൽ ലൈൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ ഇരുളടഞ്ഞ സമയത്ത് അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫറഅ തുൽഹാ റളിയല്ലാഹു അൻഹു, ആ സമയം ഈ കാഴ്ച തുൽഹാ റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അദ്ദേഹം എങ്ങോട്ടാണ് ഈ രാവിന്റെ ഈ ഇരുളിന്റെ മറവിൽ സഞ്ചരിക്കുന്നത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു എന്നാണ്. ഫദഹബ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് ഫദഖല ബൈതൻ, അദ്ദേഹം ഒരു വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഒരു വീട്ടിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. സുമ്മ ദഖല ബൈതൻ ആഖർ, പിന്നീട് മറ്റൊരു വീട്ടിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ഫലമ്മ അസ്ബഹ തുൽഹാ റളിയല്ലാഹു അൻഹു, പ്രഭാതമായ സമയത്ത് തുൽഹാ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ രാത്രിയിൽ ഈ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുന്നതിനു വേണ്ടി ആ വീട്ടിലേക്ക് ദഹബ ഇലാ ദാലിക്കൽ ബൈത്ത്, ആ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫൈദൻ ബിഅജൂസിൻ ഉംയാഉൻ മുഖഅദ, വളരെ പ്രയാസമുള്ള, ശാരീരികമായി ബുദ്ധിമുട്ടുള്ള, അജൂസത്തായ, വൃദ്ധയായ ഒരു സ്ത്രീയെയാണ് റസൂലുള്ളാഹി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്ദർശിച്ച ആ വീട്ടിലുണ്ടായിരുന്നത്. ഫഖാല ലഹാ, തുൽഹാ റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചു തുടങ്ങി. അല്ലയോ ഉമ്മ, മാ ബാലു ഹാദ റജുൽ യഅതീക്, നിങ്ങളുടെ അടുക്കൽ വരുന്ന ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്, അദ്ദേഹം ആരാണ് എന്ന രൂപത്തിൽ ആ ഉമ്മയോട്, അല്ലെങ്കിൽ ആ അജൂസിനോട്, ആ വാർദ്ധക്യം ബാധിച്ച ആളോട് തുൽഹാ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്ന്. ഖാലത്ത്, അവർ പറഞ്ഞു, ഇന്നഹു യതആഹദുനി മുൻദു കദാ വകദാ, കുറെ കാലങ്ങളായി, അഹദുകളായി, കാലങ്ങളോളമായി ഇദ്ദേഹം എന്നെ എന്റെ വീട്ടിലേക്ക് വന്ന് സന്ദർശിക്കാറുണ്ട്. യഅതീനി ബിമാ യസ്ലുഹുനി, അദ്ദേഹം എന്റെ അരികിൽ വരും, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. വീട്ടിൽ വേറെ ആരുമില്ല, ആ ഉമ്മ മാത്രമേ ഉള്ളൂ. അവർ പ്രയാസത്തിലാണ്, വാർദ്ധക്യത്തിലാണ്, കാഴ്ചയില്ല, ശാരീരികമായി ബുദ്ധിമുട്ടിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത് വളരെ രാവേറെയായിട്ടാണ്, ആരും കാണാതെയാണ്, രഹസ്യമായിട്ടാണ്. അതുപോലെ തന്നെ വയുഖ്രിജു അന്നി അൽ അദാ, എന്റെ മാലിന്യങ്ങൾ വരെ എന്നിൽ നിന്ന് അദ്ദേഹം പുറത്തെടുത്ത് ഒഴിവാക്കി കളയും. കിടന്ന കിടപ്പിൽ കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും അങ്ങനെ ശാരീരികമായി പ്രയാസങ്ങൾ ഉള്ള ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട് എന്ന് മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ പറഞ്ഞു എന്ന്. തുൽഹാ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ആശ്ചര്യപ്പെടുകയും അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ഒരു അവമതിപ്പുണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരമൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇകഴ്ത്തുന്ന രൂപത്തിൽ എന്താണ്, സകൽതക ഉമ്മുക യാ തുൽഹാ, അല്ലയോ തുൽഹാ, തുൽഹയെ സ്വന്തമായി തുൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിഷമത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ താങ്കളെ വഹിച്ച ഉമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഭാരമേറിയതാണ് എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പോലും, അല്ലെ, നമുക്ക് ഉമ്മയും വാപ്പയും ഒക്കെ നമ്മുടെ കിടക്കയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൽ നമ്മൾ കാണുന്ന അവസ്ഥയിൽ ചിലപ്പോൾ കാഷ്ടിക്കുന്നവരായിരിക്കും, മൂത്രമൊഴിക്കുന്നവരായിരിക്കും, ശാരീരികമായി പ്രയാസമുള്ള ആളുകളായിരിക്കും. അപ്പോൾ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ വാപ്പാക്കും നമ്മുടെ ഉപ്പയുടെ ഉപ്പാക്കും ഒക്കെ വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാറ്. നമ്മൾ വളരെ അറപ്പോടുകൂടി, വളരെ വിഷമത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം ഹതഭാഗ്യവാന്മാരാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയല്ല, അല്ലെ, മറ്റൊരു വാർദ്ധക്യത്തിലെത്തിയ അവശയായ ഒരു ഉമ്മയാണ്. അദ്ദേഹം രാവിൽ പോയി അമീറുൽ മുഅ്മിനീനായ ഒരു നാടിന്റെ ഭരണാധികാരിയായ അല്ലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു രാവിൽ ഇത്തരം നന്മകൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ നീയത്ത് എന്തായിരിക്കണം, അല്ലെ? നമുക്കറിയാം, നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രയാസപ്പെടുത്തിയും വിദ്യാർത്ഥികളെ ദ്രോഹിച്ചും ഖജനാവിൽ നിന്ന് കട്ടുപിടിച്ചും ജീവിക്കുന്ന ഭരണാധികാരികൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ ഭരണം നടത്തിയ ഒരു വ്യക്തിത്വമായി നമ്മൾ വായിക്കുന്ന ഇതുകൊണ്ടൊക്കെ.
അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ, ആരും അറിയാതെ ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന അല്ലെ. ഏതെങ്കിലുമൊക്കെ ഒരു നന്മ ആരും അറിയാതെ ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് എന്നും രഹസ്യമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. രഹസ്യമായ നന്മകൾ നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങും അല്ലെ. നമ്മുടെ മീസാനിൽ നമ്മൾ അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഭാരം വർദ്ധിപ്പിക്കും. പരസ്യമായി ധാരാളം നന്മകൾ നമുക്കുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് രഹസ്യ ജീവിതത്തിലെ പുണ്യങ്ങൾ. എത്രത്തോളം എന്നാൽ ഒരു തിന്മ ആരും അറിയാതെ നമ്മൾ ചെയ്യും അല്ലെ. ഒരു തെറ്റാണെങ്കിൽ നമ്മൾ മാക്സിമം ആരും അറിയാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അതിനേക്കാൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു നന്മ ആളുകൾ അറിയാത്ത രൂപത്തിൽ ചെയ്യുക എന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഉക്തുമു ഹസനാതക്കും കമാ തക്തുമൂന സയ്യിആതിക്കും. നിങ്ങളെ തിന്മകൾ നിങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നന്മകളെയും മറച്ചു വെക്കണം. ആരും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ സുജൂദുകളിൽ വീഴേണ്ടത് അല്ലെ, നമ്മൾ സ്വതക്കകൾ നൽകേണ്ടത്, നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പുണ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ചെയ്യേണ്ടത് രഹസ്യമായിട്ടാകണം. അതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടാകണം എന്ന രൂപത്തിൽ മുൻഗാമികളായ ആളുകൾ പറഞ്ഞു വെച്ചത് കാണാൻ കഴിയും. ഞാൻ ആമുഖമായി ഓതിയ വചനത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 271 വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഇൻ തുബ്ദുസ് സ്വദഖാതി ഫനിഇമ്മാഹി. നീ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത് അത് നിനക്ക് അനുഗ്രഹപൂർണമായ കാര്യമാണ്. വഇൻ തുഖഫൂഹാ വതുഅതൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും. എന്നാൽ നീ ചെയ്യുന്ന ഈ പുണ്യങ്ങളുണ്ടോ, ഈ സ്വതക്കകളായി നീ ചെയ്യുന്ന നന്മകളുണ്ടോ, അത് നീ അങ്ങ് മറച്ചു വെച്ചാൽ, നീ പാവപ്പെട്ട മനുഷ്യർക്ക് അത് നൽകിയാൽ അത് നിനക്ക് ഖൈറായിട്ടുണ്ടാകും. നിന്റെ തിന്മകൾ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഖബീറായി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്, ഹുബ്ബാണ് ആരോട്? അൽ അബ്ദ തഖിയ്യ, സൂക്ഷ്മതയുള്ള അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്. അൽ ഗനിയ്യ, അതുപോലെ തന്നെ ധന്യത ഉള്ള മനുഷ്യർക്കും അല്ലെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും അൽ ഗിനയുള്ള ഒരവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്. അൽ ഖഫിയ്യ, മറച്ചു വെച്ചുകൊണ്ട് ഗോപ്യമായി രഹസ്യമായി നന്മകൾ ചെയ്യുന്ന മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്നാണ് മുൻഗാമികളായ ആളുകൾ പറയുന്നത് നമുക്ക് കാണാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അയ്യുക്കും ഇസ്തതാഅ അൻ യകൂന ലഹു ഖബീഅതൻ മിൻ അമലിൻ സാലിഹ് ഫല്യഫ്അൽ. അല്ലയോ മനുഷ്യ, നിങ്ങളിൽ ആർക്കാണോ കഴിവിന്റെ പരമാവധി ഖബീഅത്തായിട്ട് രഹസ്യമാക്കി വെച്ചുകൊണ്ട് നന്മകൾ ചെയ്യാൻ കഴിയുന്നത്, മിൻ അമലി സ്വാലിഹ്, സ്വാലിഹായ അമലുകൾ ചെയ്യാൻ കഴിയുന്നത്, ഫല്യഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളുക അല്ലെ. നമ്മള് രഹസ്യമാക്കാൻ കഴിയുന്ന നന്മകൾ മാക്സിമം രഹസ്യമാക്കി ആരും അറിയാതെ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈമാനിന്റെ ബലം അത് ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ രഹസ്യ ജീവിതത്തിന് അത്രയും പങ്കുണ്ട് എന്നാണ്. നിങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരാളുടെ രഹസ്യ ജീവിതം മോശമാണെങ്കിൽ അയാൾക്ക് സമാധാനവും ഈമാനും ഒക്കെ നഷ്ടപ്പെടും അല്ലെ. ഒരാളെ രഹസ്യമായ ജീവിതം പരസ്യമായി നോക്കുമ്പോൾ നല്ല മനുഷ്യരാണ്, കാണുമ്പോൾ കൊള്ളാം, അത്തരം തരക്കേടില്ല എന്ന് തോന്നുന്ന മനുഷ്യന്മാർ രഹസ്യമായിട്ട് മോശമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ മുമ്പിൽ ആ ഗെറ്റപ്പ് ഉണ്ടാവും, പടച്ചോന്റെ മുന്നിൽ ആ ഗെറ്റപ്പ് ഉണ്ടാവും, ആ അവസ്ഥ ഉണ്ടാവൂല. ഒരു ചെടിയുടെ താഴ്വേരിന് അതിന് ബലം കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ബാക്കിയുള്ള രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നു ചേരാതാകുമ്പോൾ എന്ത് ചെയ്യും? താഴ്വേര് ഇളകാൻ തുടങ്ങും. മരമാണെങ്കിൽ അത് കടപുഴകി മറിയാൻ തുടങ്ങും. ഇതുപോലെ ഈമാനിന് ബലം നൽകുന്നതായ കാര്യങ്ങൾ നമ്മൾ നനച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
അതിലേക്ക് നനവ് വീണിട്ടില്ല എങ്കിൽ, ഈമാനിന്റെ ആ ഒരു സൗന്ദര്യം അതിലേക്ക് വീണിട്ടില്ല എങ്കിൽ അത് ഇളകി മറിഞ്ഞു വീഴും, നമ്മൾ ഇളകിപ്പോകും, നമ്മളെ അവസ്ഥ മാറും. അതുകൊണ്ട് രഹസ്യ ജീവിതമാണെങ്കിൽ അത് നന്നായിക്കൊണ്ടിരിക്കുന്നിടത്തോളം അതിങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഈമാനികമായ ചൈതന്യവും ബലവും ഒക്കെ കൂടുമെന്നാണ്. അപ്പോ അത് നശിക്കാതിരിക്കാൻ ഈമാൻ നനയ്ക്കുന്ന, ഈമാനിന് നനച്ചു കൊടുക്കുന്ന രഹസ്യമായ നന്മകൾ എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ഗൈബിയായ അവസ്ഥയിൽ, അല്ലെ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ അവസ്ഥയിൽ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നില്ലെങ്കിലും റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവന് പാപമോചനവും മഹത്തായ വമ്പിച്ച പ്രതിഫലമുണ്ട്. അപ്പൊ അദൃശ്യമായ ഭയം അത് റബ്ബിൽ നിലനിർത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പലപ്പോഴും രഹസ്യമായി ചെയ്യേണ്ട ഒരുപാട് നന്മകൾ പബ്ലിസിറ്റി നോക്കി ചെയ്യുന്നവരെ നമുക്ക് കാണാം. ഇപ്പൊ വിവാഹങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മറ്റേ ആളിന്റെ മകളുടെ വിവാഹത്തിനേക്കാളും ഏറെ മനോഹരമായിട്ട് എനിക്ക് ആർഭാടവും ധൂർത്തും പൊങ്ങച്ചവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ഭക്ഷണങ്ങളൊക്കെ വെച്ച് വിളമ്പി ആർഭാടമൊക്കെ കാണിച്ച്, അല്ലെ, ഭക്ഷണം വേസ്റ്റ് ആകുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ തട്ടിക്കളയുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഒട്ടനവധി സദസ്സുകൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 7, 8, 10 ദിവസങ്ങൾ ഇതിന്റെ പേരിൽ പിന്നാലെ കൂടിയിട്ട് ഒരുപാട് സാമ്പത്തികമായ ചിലവുകളും പ്രയാസങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകുന്ന രൂപത്തിൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 5 കിലോ അരി ദാനമായി ഒരു 10 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫോട്ടോ പകർത്തിയിട്ട് ആളുകളിലേക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 5000 ലൈക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് രഹസ്യമായി കർമ്മങ്ങൾ ഉണ്ടാവുക? മദീനയിൽ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന മഹനീയ വ്യക്തിത്വം, അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മുഹമ്മദ് ഇബ്നുൽ ഖുറൈശി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, മാ സമയത്തു അഹ്ലൽ മദീന, മദീനയിലെ ആളുകൾ പറയുന്നതായി ഞാൻ കേട്ടു. യഖൂലൂന, അവർ പറയുന്നുണ്ട്, മാ ഫഖദ്നാ സദഖത സിർ ഹത്താ മാത അലി ഇബ്നുൽ ഹുസൈൻ, അലി ഇബ്നു ഹുസൈൻ മരണപ്പെടുന്നത് വരെ ഞങ്ങൾക്ക് രഹസ്യമായ സ്വതക്ക ലഭിക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, അലി ഇബ്നു ഹുസൈൻ ജീവിച്ചിരുന്ന കാലത്ത് രഹസ്യമായി ഞങ്ങളെ വീടുകളിലേക്ക് ധാന്യങ്ങളും ഭക്ഷണങ്ങളും മറ്റ് സമൃദ്ധമായ അവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സ്വതക്കയായി നൽകിക്കൊണ്ടേയിരുന്നിരുന്നു എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാൻ പറ്റും. രഹസ്യമായിട്ടുള്ള സ്വതക്ക മരിച്ചപ്പോഴേ അറിയണത് അദ്ദേഹമായിരുന്നു അത് ചെയ്തിരുന്നത്. ഇദ്ദേഹം മരണപ്പെടും വരെ ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹമായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. മുൻഗാമികളായ ആളുകളുടെ ചുമലുകളിൽ ഭാരം വഹിച്ചു കൊണ്ടുപോയി ആളുകൾക്ക് ധാന്യം എത്തിച്ചിരുന്ന, ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന ആളുകളുടെ പാടുകൾ കാണാമായിരുന്നു. കുളിപ്പിക്കുമ്പോഴേ അറിയാം ഈ മനുഷ്യൻ അങ്ങനെ അധ്വാനിച്ച മനുഷ്യൻ. അപ്പൊ വർഷങ്ങളോളം തന്റെ ഒരു ഓഹരി ഇങ്ങനെ നൽകിയിട്ടും ഒരാൾ പോലും അറിയാതെ അങ്ങനെ ചിലവാക്കാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കും അങ്ങനെ കഴിയണം. പല നന്മകളും ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാം. ചില ആളുകൾ സാമ്പത്തികമായി നല്ല ഉയർന്ന മനുഷ്യന്മാരായിരിക്കും, സാമ്പത്തികമായി ഫിനാൻഷ്യലി നല്ല അവസ്ഥയിലായിരിക്കും. ചില ആളുകളൊക്കെ അവരെ കുറിച്ച് പറയും, മനുഷ്യ ആരെയും സഹായിക്കാത്തതാണ്, നമുക്കറിയോ അയാൾ എത്ര പോലെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല. നമ്മൾ അറിയാതെ ചിലപ്പോൾ രഹസ്യമായിട്ട് അത്തരം ആളുകൾ സാമ്പത്തികമായി ചെലവാക്കുന്നുണ്ട്. നമ്മെക്കാളും അയാൾ രഹസ്യമായി ചെയ്യുന്നത് കൊണ്ടായിരിക്കും, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ മനുഷ്യന്മാരായിരിക്കില്ല. അയാൾ ചോദിച്ചാൽ ഒന്നും തരൂല, മറ്റാരെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, നമ്മൾ സമാധാനിക്കുന്നല്ലാതെ അയാൾ തരാത്തതിന്റെ കുറ്റം നമ്മൾ എന്ത് ചെയ്യണം, പറയേണ്ട ആവശ്യം ഇല്ല. കാരണം റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നീയത്തുള്ള ആളുകൾ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യന്മാർ ഉറപ്പായിട്ടും അള്ളാന്റെ മാർഗത്തിൽ സ്വതക്കകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ആർക്കും എന്ത് ചെയ്യേണ്ട, മാർക്കിടേണ്ട ആളുകളുണ്ട്. നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉള്ളവർ ചിലവാക്കിയതിന്റെ പേരിൽ ദാരിദ്ര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം യൂത്തിന്റെ ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ട്രീറ്റ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ നമ്മളെ കഴിയുന്ന ഒരു എമൗണ്ട് അതിന് സംവിധാനത്തിലേക്ക് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ നമ്മൾ ഓഹരി കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ആർക്കാണ് കിട്ടണതെന്നോ
ആരിലേക്കാണ് എത്തുന്നതെന്ന്, നമ്മൾ കൊടുത്തത് ആരാണ് വാങ്ങണമെന്ന് അറിയാത്ത രൂപത്തിൽ രഹസ്യമായി, വളരെ രഹസ്യമായി, ചിലപ്പോ ഇത് വാങ്ങുന്ന ആളിന് കൂടി ഇത് ഏത് സംവിധാനത്തിലൂടെയാണ് കിട്ടണമെന്ന് കൂടെ അറിയാത്ത രൂപത്തിൽ അത്തരം സംവിധാനങ്ങൾ നമുക്കുണ്ട്. എന്തേ അങ്ങനെ ചെയ്യാനുള്ള കാരണം? പബ്ലിസിറ്റിയിലൂടെ നടക്കേണ്ട കാര്യമല്ല, പക്ഷെ മറിച്ച് നമുക്കൊരു നന്മ ചെയ്യാൻ അത്തരം സംവിധാനങ്ങൾ അവസരമുണ്ട് എങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് 2000 രൂപ പറ്റും, എനിക്കൊരു 10 പേർക്ക് കൊടുക്കാൻ പറ്റും, എനിക്കൊരു 1000 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളിലൂടെയാണ് ഈ സംവിധാനം നടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അത്തരം സംവിധാനങ്ങൾ കണ്ടെത്തി, അല്ലെ, ഒരാൾക്ക് എന്ത് ചെയ്യാം, വർഷങ്ങളോളം എനിക്ക് കൊടുക്കാം, അദ്ദേഹത്തിന്റെ മരണം വരെ ഞാൻ ഏറ്റെടുത്തോളാം, അല്ലെങ്കിൽ എന്റെ മരണം വരെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം സംവിധാനത്തിലൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളത്. നമ്മളെ കഴിവിന്റെ പരമാവധി എത്രയാണോ അത്തരം സംവിധാനങ്ങൾ സഹായിക്കാൻ കഴിയണത് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓഹരികൾ മാറ്റിവെക്കണം. മഹാനായ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് അദ്ദേഹം 40 വർഷക്കാലം അദ്ദേഹം നോമ്പ് നോറ്റിരുന്നു എന്നാണ്. സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ഭാര്യ രാവിലെ കെട്ടിപ്പൊതിഞ്ഞ് ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം വഴിയിൽ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് അത് ദാനം ചെയ്തിട്ട് ഭാര്യയ്ക്കും കൂലി കിട്ടുന്ന രൂപത്തിൽ ഉച്ചഭക്ഷണം കൊണ്ടുപോകും. ജോലി സ്ഥലത്ത് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യും, മറ്റുള്ള മനുഷ്യർക്ക് ദാനം ചെയ്ത് സ്വതക്ക ചെയ്ത് അദ്ദേഹം കടന്നു. ഭാര്യയ്ക്കും പ്രതിഫലം കിട്ടും അതുവഴി. ഭാര്യ പോലും അറിഞ്ഞിട്ട് 40 വർഷത്തോളം നോമ്പെടുത്തിട്ട് ഭാര്യയ്ക്ക് അറിയാൻ പറ്റിയില്ല. തിരിച്ചു മടങ്ങി വരുമ്പോൾ മകരിവോട് കൂടി എത്തുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ച് നീ കൂടെ കൂടി അങ്ങനെ ജീവിക്കണം. ഇങ്ങനെ രഹസ്യമായി ചെയ്താൽ ഒട്ടനേകം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്ന്, നമ്മുടെ മനസ്സ് ശുദ്ധമാകുമെന്നുള്ളതാണ്, അല്ലെ, ത്വഹാറത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും, ഒന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ നമുക്കൊരു ആശ്വാസമാണ്. ഒരാൾ നമ്മൾ കാരണം ഭക്ഷണം കഴിക്കുന്നു, അല്ലെ, ഒരാൾ നമ്മൾ കാരണം ഒരു പ്രയാസത്തിൽ നിന്ന് മാറുന്നു, അല്ലെ, ഒരു ഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ആളിന്റെ ഭാരം തള്ളി നീക്കി കൊടുക്കണമെന്ന് സ്വതക്കെയാണ്, അല്ലെ. ഒരു വാഹനത്തിൽ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയിട്ട് അയാൾ കൊണ്ടുപോകുന്ന സാധനത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നത് ഇതിനും പുണ്യമുണ്ട്. ഒരാൾ മാനസികമായി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാള്, അയാളോട് ചോദിക്കുക എന്താണ് വിഷമം, അയാളുമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വതക്കയിൽ പെട്ടതാണ്. ഇങ്ങനെ മനസ്സമാധാനം കിട്ടുന്ന ഒരു വർത്തമാനത്തിന് പോലും, ഒരു സംസാരത്തിന് പോലും സ്വതക്കയുടെ പ്രതിഫലം ഉണ്ടാകുന്നത്. ഒരാളെ മുഖത്ത് നോക്കൽ, പുഞ്ചിരിക്കൽ ഒരു സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നന്മയുണ്ട് എന്നാണ് പഠിപ്പിച്ചത്, അല്ലെ. വഴിയിൽ നിന്നൊരു മാർഗ തടസ്സമെടുത്ത് നീക്കൽ അതിൽ സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈമാനിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളതാണ് എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ അവസരം കിട്ടുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അല്ലെ. ഇത്തരം രഹസ്യമായി നന്മകൾ ചെയ്യുക വഴി ഗൈബിയായ അവസ്ഥയിൽ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് മഗ്ഫിറത്തും, പ്രതിഫലം, അല്ലെ, പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്ന്. മനസ്സിന് സമാധാനം കിട്ടും, അതുപോലെ തന്നെ പാപമോചനം ലഭിക്കും രഹസ്യമായി നന്മകൾ ചെയ്താൽ. മൂന്നാമത്തത്, ആപത്തുകളിൽ നമുക്ക് സഹായമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാകുമെന്ന്. നമുക്ക് പ്രയാസം വരുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ നന്മ കൊണ്ട് രഹസ്യമായി ചെയ്തൊരു നന്മ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലെ. അല്ലെങ്കിൽ പറ്റൂല, രഹസ്യമായിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഒരുപാട് ആളുകൾ കാണുകയൊക്കെ ചെയ്യണം, ചിലപ്പോൾ അത്രയും അതിന് പുണ്യം ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല. രഹസ്യമായിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ, ആരും കാണാതെയാണ് ചെയ്തിരുന്നത് എങ്കിൽ അതിനെ വെച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രയാസം മാറി. അതുപോലെ തന്നെ ഏത് ഘട്ടത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ സഹായിക്കുന്ന മനുഷ്യന്മാരെ, അല്ലെ, ഒരു വാക്കുകൊണ്ട്, ഒരു സാമ്പത്തികമായ സഹായം കൊണ്ട്, അല്ലെ, ഒരു കൈത്താങ് കൊണ്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനൊരു കാലത്തും അവനെ പ്രയാസപ്പെടുത്താതെ അവന് ഉറപ്പിച്ചു നിർത്തും, സ്ഥൈര്യം നൽകുമെന്ന്. പലപ്പോഴും ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുവരുന്നതാണ്, രഹസ്യമായി ചെയ്ത തഹജ്ജുദുകൾ പോലും ആളുകളോട് പറയും. ഇന്നലെ രാത്രി നമസ്കരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, രാത്രി നിസ്കരിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താൻ രാത്രി നിസ്കരിക്കുന്നവനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സംസാരം. ഇത് പാടില്ല, പാടില്ല. അതുപോലെ തന്നെ ഒരാൾക്കൊരു സഹായം നൽകി, സാമ്പത്തികമായിട്ടാകട്ടെ അല്ലാതെയാകട്ടെ, ഒരു സഹായം, ഒരു വീട് വെച്ചു കൊടുത്തു, അല്ലെ, ഒരാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു, അയാൾ എന്നെ കൊണ്ടാണ് കേട്ടോ ജീവിക്കണത് എന്ന് പറയുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കൊടുത്ത സഹായമാണത്. അങ്ങനെ ഒരു വേള ചിലപ്പോൾ അയാളടുത്ത് കൂടി പറയുന്ന ആളുകളുണ്ട്, ഞാൻ സഹായിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോണത് എന്ന് പറയുന്ന മനുഷ്യന്മാര് വരെ ഉണ്ട് എന്ന്. ചിലപ്പോ അതിലൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന, അല്ലെ, ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താണു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇനി നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ വിയർപ്പിന്റെയും എന്റെ അധ്വാനത്തിന്റെയും ഫലമാണ് ഈ പള്ളി എന്നൊക്കെ പറയാൻ പറ്റും അല്ലെ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് നമ്മുടെ അധ്വാനം അതിലുണ്ടാകും. അതിങ്ങനെ ഒരു ഫഹറായി, ഒരു പൊങ്ങച്ചമായി പറഞ്ഞ് അത് ഊറ്റം കൊള്ളേണ്ട റബ്ബേ ഇത് സ്വീകരിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അല്ലെ കഅബാനെയും പടുത്തുയർത്താൻ തൗഫീഖ് കിട്ടിയ ആളുകളാണ്. അവരത് പ്രാർത്ഥിച്ചു റബ്ബന തഖബ്ബൽ മിന്ന. അള്ളാന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഓർ പറയുന്നതാണ് റബ്ബന തഖബ്ബൽ മിന്ന. ഇതിപ്പോ സ്വീകരിക്കുമെന്ന് അറിയില്ലല്ലോ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന. നമ്മൾ ഒരു മുസല്ല വാങ്ങിക്കൊടുത്തു, നമ്മൾ ഇതിനു വേണ്ടി പല സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തു, കറണ്ടിന്റെ തുക നമ്മൾ അടയ്ക്കുന്നു, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടും നന്മകളിലുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു റിയാ വരാത്ത രൂപത്തിൽ റബ്ബേ ഇത് സ്വീകരിക്കണേ എന്നുള്ള ഇഖ്ലാസുള്ള പ്രാർത്ഥനയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകുക എന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ എപ്പോഴും അങ്ങനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് റിയാഇനെ സംബന്ധിച്ചാണ് എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. പ്രകടന പരത എന്ന്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നന്മകൾ ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ ആളുകൾ കാണട്ടെ എന്ന് കരുതി നന്മകൾ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇത്തരക്കാരെയാണ്. പ്രിയമുള്ളവരെ, അത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഞാനെന്ന സംസാരം, അല്ലെ, അനാനിയത്ത് എന്ന് പറയുന്നത്, ഞാനെന്ന ഒരു സംസാരം എന്നിലുണ്ട് എങ്കിൽ, ഒരു അഹംഭാവം എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ, അത് റിയാ വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് എങ്കിൽ അതെന്നെ ഇല്ലാതാക്കി കളയും. ഞാനല്ലാതായി മാറി. അതുകൊണ്ട് നമ്മൾ പരിശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ രഹസ്യമായി സ്വതക്കകൾ നൽകുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പള്ളിയിലെ ബക്കറ്റിലേക്ക് നമ്മൾ ഇടുന്ന ഒരു എമൗണ്ട് ആരും അറിയണില്ല, രഹസ്യമായിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി ഒരാളുകൾ ഇങ്ങനെ നോട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു രഹസ്യ സ്വഭാവം അതിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 500 ഇടുന്നു. അല്ലെങ്കിൽ മുമ്പൊക്കെ 1000 2000 ഒക്കെ നമ്മൾ ഇട്ടിരുന്നു. ഇപ്പൊ 500 നോട്ടാണ് ഏറ്റവും വലുത്. മുമ്പ് നമുക്ക് 2000 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുത്തിടുമായിരുന്നു. പക്ഷെ ഇപ്പോഴും പലപ്പോഴും സ്വതക്കയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പിശുക്കുന്ന ഒരവസ്ഥ, ഒരു മാനസികമായ ഒരു പിശുക്ക്, നമ്മൾ വഹീലുകളാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരും മനസ്സിലും ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. അപ്പൊ രഹസ്യമായി നമുക്ക് സ്വതക്കകൾ നൽകാൻ കഴിയണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു സ്വതക്ക, എന്നെ കൊണ്ട് കഴിയണ ഒരു തുക, അത് ഏതെങ്കിലും ഒരു മേഖലയിൽ, അതൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം വാങ്ങി കൊടുക്കണതാകട്ടെ, ഏതുമാകട്ടെ, അങ്ങനെ ഒരു സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകണം. അതുപോലെ എല്ലാ ആഴ്ചയിലും പുണ്യം, അല്ലെ, വെള്ളിയാഴ്ച ദിവസം അത് ഏറെക്കുറെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഓരോ നീയത്ത് ഉണ്ടാകണം. വർഷത്തിൽ എനിക്ക് ഇത്ര കൊടുക്കാൻ പറ്റും ഇന്ന വിഷയത്തിൽ. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ സംവിധാനം പുതിയത് വരുന്നുണ്ട് എന്നറിയുമ്പോൾ 10 മാസം കൊണ്ട് എന്ത് ചെയ്യാം, ഞാനിത് നൽകാം എന്ന രൂപത്തിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആളുകളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന, അല്ലെ, വർഷത്തിൽ അങ്ങനെ ഒരു പുണ്യം നേടിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, ഇവർക്കൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കൊക്കെ വേണ്ടി ഒരു സ്വതക്ക മാറ്റി വെക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യം. അതുപോലെ തന്നെ ഖുർആൻ പാരായണം, പലപ്പോഴും ചിലപ്പോൾ വെള്ളിയാഴ്ച പോലും സൂറത്ത് കഹ്ഫ് ഓതാൻ നമ്മൾ മറന്നു പോകുന്ന ആളുകളുണ്ട്, അല്ലെ. വെള്ളിയാഴ്ച ദിവസം പോലും ഓതാൻ പറഞ്ഞ അധ്യായം പോലും നമ്മൾ ഓതണില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഒരു അലസതയിലേക്ക് പോകാൻ പാടില്ല. ഖുർആൻ എന്നും ഓതുന്ന ഒരവസ്ഥ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങളുണ്ട്. അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്കൊക്കെ നമ്മൾ സമ്പത്തിന്റെ ഒരു ഓഹരി മാറ്റി വെക്കുക. ഇങ്ങനെ ഒരു പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ചെയ്യുന്ന ദാനത്തിന് വലിയ പ്രതിഫലമുണ്ട്. നല്ല അവസ്ഥയിലായാലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലായാലും വലിയ വലിയ പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ മാനസികമായി വിഷമമുള്ള ഒരാളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും കൂടിയിട്ട് ഒരു മാനസിക പ്രയാസമുള്ള ആള് കൂടെ കൊണ്ടു നടക്കണതിന് തന്നെ പ്രത്യേക ഒരു പ്രതിഫലം ഉണ്ടാവും. കരുതാണ് അതിനൊക്കെ കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ആരാധനകളിൽ, അല്ലെ, രാത്രി നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം,
അദ്കാറുകൾ, ഇതെല്ലാം പഠിക്കുന്ന വിഷയത്തിലൊക്കെ ഖുർആനൊക്കെ നന്നായി ഓതാനും പഠിക്കാനും ഒക്കെ നമുക്ക് സമയമുണ്ട്. അദ്കാറുകൾ, ദിക്റുകളായി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാനുള്ള അവസരങ്ങളെ നമ്മൾ മുതലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പരസ്യമായ നന്മകൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ എതിർക്കുന്നതല്ല, മറിച്ച് ആ പരസ്യമായി ചെയ്യുന്ന നന്മകൾ, നമ്മളൊരു 10,000 രൂപ ഒരു പള്ളിക്ക് വേണ്ടി കുറെ ആളുകൾ ഇരിക്കുമ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ എന്റെ ഉള്ളിലെ നിയ്യത്ത് ആവേണ്ടത് ഞാൻ 10 കൊടുത്താൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളിന് 50 കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കും. അയാൾ എന്ത് ചെയ്യും? അദ്ദേഹം 10 കൊടുത്തല്ലോ, അതുകൊണ്ട് ഞാൻ 50 കൊടുക്കേണ്ട അവസ്ഥയുണ്ട് എന്നൊരു മാനസികമായ തോന്നലിന് വേണ്ടി കൊടുക്കാം. ആർക്ക്? മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടി. റസൂൽ പറയും, ആരെങ്കിലും ഒരു ഖൈർ അറിയിച്ചു കൊടുത്താൽ അവനെന്തുണ്ട്? അവൻ ചെയ്യുന്നതിന്റെ അതേ പ്രതിഫലം ഉണ്ട് എന്ന മനസ്സോട് കൂടിയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അത് പ്രശ്നമാണ്. മറിച്ച് റിയാഇന് വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ അമലുകൾ അത് ബാത്തിലായി പോകാനുള്ള കാരണങ്ങളായി അത് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ചെയ്യുന്ന ഏതൊരു പുണ്യവും അവന്റെ പ്രതിഫലം പൂർണ്ണമായി ആഗ്രഹിച്ച് ഇഖ്ലാസോട് കൂടി ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ നന്മകളും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരുന്ന റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അവർക്കെല്ലാം നീ നിന്റെ ഉന്നതമായ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين آمين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.